ഹലോ അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഫ്രോക്ക് നൈറ്റീൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് കട്ട് ചെയ്യുക എന്നുള്ളത് ആദ്യം നോക്കാം. അത് ഞാൻ 2 തുണി മടക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 12 ഇഞ്ചും വെടുത്ത് എടുത്തിട്ടുള്ളത് 8 ഇഞ്ചുമാണ്. പിന്നെ അടിക്ക് നമുക്കൊരു പ്ലീറ്റും കൂടി വരുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 12 ഇഞ്ചുമാണ്, വെടുത്ത് എടുത്തിട്ടുള്ളത് 8 ഇഞ്ചുമാണ്. പിന്നെ ഷോൾഡർ 4.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആം ഹോളും 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെസ്റ്റ് 7.5 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് താഴെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് വരച്ചു കൊടുത്താൽ മതി. നമുക്ക് ആം ഹോളും ചെരിഞ്ഞ് വരഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം നെക്ക് വിടുത്ത് 2 ഇഞ്ചും ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചും ബാക്ക് നെക്ക് 2.5 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശേഷം അതൊക്കെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ നിങ്ങൾക്ക് അറിയുന്നത് എനിക്കും പറഞ്ഞു തരിക. അപ്പോൾ എനിക്കും അതൊരു ഉപകാരമാവും. പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി വേറെ വേറെ ആക്കിയതിന് ശേഷമാണ് കേട്ടോ നെക്ക് നമ്മൾ വെട്ടേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആ തുണി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മറക്കാതെ തന്നെ നമ്മൾ ആദ്യം ബാക്ക് പീസ് നമുക്ക് ഒരുമിച്ചാകുമ്പോഴത്തേലും വെട്ടിക്കൊടുക്കാൻ പറ്റും. പക്ഷേ ഫ്രണ്ട് നെക്ക് വെട്ടുമ്പോൾ നമ്മൾ എന്തായാലും മാറ്റിയിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ബാക്കിലൊരു ഓപ്പൺ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ഇഞ്ച് നമ്മൾ നടുഭാഗം അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു 2 ഇഞ്ച് താഴേക്ക് വരഞ്ഞിട്ട് അത് കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം താഴെ പ്ലീറ്റ് കൊടുക്കാനുള്ള തുണി 4.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ നമുക്ക് എത്ര പ്ലീറ്റ് വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഞാനൊരു 20 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവിനുള്ള തുണി എടുത്തിട്ടുണ്ട്. അതും ഞാൻ 4.5 ഇഞ്ച് തന്നെയാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. 10 ഇഞ്ചാണ് കേട്ടോ വെടുത്തെടുത്തിട്ടുള്ളത്. മടക്കിയിട്ടതിന് ശേഷം 10 ഇഞ്ചാണ് വെടുത്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പകുതി അളന്നിട്ട് പിന്നെ സൈഡിൽ 2 ഇഞ്ച് അളന്നതിന് ശേഷം നമുക്ക് ചെരിച്ച് അത് കൂടെ വരഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പ്ലീറ്റുള്ള സ്ലീവ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്ലീറ്റ് വേണമല്ലോ, അതിനാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ സ്ലീവിൻ്റെ കയ്യിലൊരു പട്ട കൊടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്രോസ് പീസ് വേണം നമ്മളെ നെക്കിന് കൊടുക്കാൻ. പിന്നെ ഓപ്പണിൽ നമുക്കൊന്ന് മറിച്ചടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസും കൂടി വേണം. അപ്പോൾ അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ആദ്യം ഓപ്പൺ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അവിടെ ഒരു പീസ് വെച്ച് അടിച്ചിട്ട് റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം ഷോൾഡറും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്പണും റെഡിയാക്കിയിട്ടുണ്ട്, ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ക്രോസ് പീസ് വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണോലാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പിന്നെ നമുക്ക് അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉള്ളിലേക്കാക്കി ഒന്നും കൂടി മടക്കിയെടുക്കുക അല്ലേ. അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഓപ്പണിൻ്റെ അവിടെ ബട്ടൺസ് കൊടുക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇലാസ്റ്റിക് നമ്മൾ സ്ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇലാസ്റ്റിക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുകയാണ്. ആദ്യം പ്ലേറ്റ് എടുക്കണം. നമുക്ക് ഹാം ഹോളിനെക്കാട്ടിലും വീതി ഉണ്ടല്ലോ, അത് കാരണം തന്നെ ആദ്യം താഴെയും മേലെയും പ്ലേറ്റ് എടുത്ത് വെക്കണം. മേലെ പ്ലേറ്റ് എടുത്തതിൻ്റെ ഓപ്പോസിറ്റേക്കാണ് താഴെ പ്ലേറ്റ് എടുക്കേണ്ടത്. എന്നാലേ നമുക്ക് പഫായിട്ട് നിൽക്കുള്ളൂ കൈ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്ലീവിൻ്റെ ചീത്ത വശത്ത് നമ്മൾ ആ പട്ടൻ്റെ നല്ല വശം വെക്കുക. എന്നിട്ട് വക്കിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് മറിക്കുക, നല്ല ഭാഗത്തേക്ക് മറിക്കുക. എന്നിട്ട് ഒന്നും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ പട്ടയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ നടുഭാഗത്ത് നിന്ന് തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്റ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ അതും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം താഴെ പ്ലേറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പ്ലേറ്റ് ആകുമ്പോൾ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നൂല് വലിച്ചിട്ട് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും പറ്റും. ഏത് തരത്തിൽ നമുക്ക് എന്താണോ എളുപ്പം അതേപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ പ്ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു
ഈ ഫ്രോക്ക് നീറ്റി ആണല്ലോ, അപ്പോൾ നമുക്കൊരു വള്ളി കൊടുക്കണം ബാക്കിലേക്ക് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് തുണി എത്ര ഉണ്ടോ തുണി ഉള്ളതിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയാവും. വെടുത്തൊരു 3 ഇഞ്ചൊക്കെ പറ്റും. അങ്ങനെ ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. അത് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തേക്ക് മറിച്ചെടുക്കുക. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും പറ്റുമല്ലേ. അപ്പോൾ നമുക്ക് എവിടെയാണ് വള്ളി കെട്ടി കൊടുക്കേണ്ടത് ആ ഭാഗത്ത് അളന്നിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ല എല്ലാവർക്കും? അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ട് നോക്കാം സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ നമ്മളെ മക്കൾക്ക് നമ്മൾ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. എനിക്ക് ഇടുന്നതാണെങ്കിലും എൻ്റെ മോൾക്ക് ഇടുന്നതാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം.